അല്ല, ആ കാര്യത്തിൽ ഞാൻ എൻ്റെ നിലപാട് ആദ്യമേ പറഞ്ഞിരുന്നു. എനിക്ക് ആലപ്പുഴ എന്ന് പറയുന്നത് എനിക്ക് വൈകാരികമായിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഓരോരാൾക്കും ഓരോ വൈകാരിക തലം ഉണ്ടാവുമല്ലോ. എൻ്റെ വൈകാരിക തലം എന്ന് പറഞ്ഞാൽ എൻ്റെ സത്യത്തിൽ എന്നെ ഈ പദവികളിലൊക്കെ എത്താൻ എല്ലാ വെല്ലുവിളികളിലും എന്നോടൊപ്പം ചേർത്ത് നിർത്തിയ പ്രദേശമാണ് ആലപ്പുഴ. ആലപ്പുഴയിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു വിമർശിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഏറ്റവും കൂടുതൽ എന്നെ വേട്ടയാടാൻ പലരും ശ്രമിച്ചപ്പോൾ പോലും എന്നെ കൂടെ നിർത്തിയ സ്ഥലമാണ് ആലപ്പുഴ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പാർലമെൻറ്റ് മത്സരം ഉണ്ടെങ്കിൽ അത് വിട്ടിട്ടൊരു മത്സരമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാർട്ടിയുടെ പ്രസിഡൻറ്റിനോടും പാർട്ടിയുടെ ലീഡർഷിപ്പിനോടും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരോടും കേരളത്തിലെ നേതാക്കന്മാരെ ആവശ്യപ്പെടുന്ന പല നേതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മത്സരിക്കുന്നതിന് ഒരു വിമുഖതയില്ല. പക്ഷെ മത്സരിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായാൽ ആ കാര്യത്തിൽ ആലപ്പുഴ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ അപ്പോൾ തീരുമാനിക്കും. അത് അവർക്ക് തീരുമാനിക്കാം. അല്ല, അതിപ്പോൾ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ എത്തിയാൽ ഷുവർ, ഞാൻ എത്താൻ ഏത് സ്ഥാനാർത്ഥി വന്നാലും UDF ഇപ്രാവശ്യം ആലപ്പുഴ ജയിച്ചിരിക്കും. അത് അച്ചട്ടാണ്. എഴുതി വെച്ചു. അതങ്ങനെയാണ് ഞാൻ പറയാ. സ്ഥാനാർത്ഥി മറ്റന്നാൾ നമ്മൾ ചർച്ച തുടങ്ങുകയല്ലേ. അതിനുമുമ്പ് ഇന്നാളാണ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലേ ആലപ്പുഴയിൽ എനിക്ക് പറയാൻ പറ്റാത്തത്. സ്ഥാനാർത്ഥികളൊക്കെ വളരെ പെട്ടെന്ന് വരും. ബെന്നിരാജ് വളരെ പെട്ടെന്ന് വരും. അല്ല, 7-ാം തീയതി തീരുമാനം വന്നാൽ പിന്നെ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാവില്ല. അങ്ങനെ നമുക്കൊരു പ്രൊസീജിയർ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഡൽഹിയിൽ കാണുന്നതല്ലേ അല്ല സിസ്റ്റം.